CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ 2021 സ്ഥിതി നിലനിർത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. കേരളത്തിൽ LDFന്റെ ഭരണം തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട്ടെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവലോകന യോഗം തുടങ്ങി UDF നേതൃത്വം. ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് UDF. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ വാക്കുതർക്കം, യുവാക്കളെ അപായപ്പെടുത്താൻ ശ്രമം. താഴേക്കോട് ഒരു സംഘം സഞ്ചരിച്ച വാഹനത്തിലേക്ക് കാറിടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. കേരളത്തിൽ വേനൽ ചൂട് അതീവ ഗുരുതരമായ നിലയിലേക്ക് ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40°C പാലക്കാട് രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ 2021 സ്ഥിതി നിലനിർത്തുമെന്ന് CPIM വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. സംസ്ഥാനത്ത് 90-ലധികം സീറ്റുകളോടെ LDF ഭരണം തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് നടപ്പിലാക്കിയ നേട്ടങ്ങളും വർഗീയ സംഘർഷങ്ങളില്ലാത്ത സൗഹാർദ്ദപരമായ അന്തരീക്ഷം, മതനിരപേക്ഷത സൃഷ്ടിച്ച കേരളത്തിൻ്റെ പശ്ചാത്തലവും വളരെ വലിയ മതിപ്പോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തുടരണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ അംഗീകാരം നൽകുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2016-ലും 2021-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 90-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി. കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ കാര്യം കഴിഞ്ഞ ഈ മാസം 9-ന് ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദാരിദ്ര്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അംഗീകാരം അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പാലക്കാട്ട് LDF മുന്നേറ്റമുണ്ടാക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NMR റസാഖിനെ അവതരിപ്പിച്ചതിലൂടെ നിഷ്പക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇവിടെ വിജയിക്കാൻ കഴിയുന്ന രീതിയിൽ വോട്ട് നേടുമോ എന്ന കാര്യത്തിൽ യോഗം സംശയം രേഖപ്പെടുത്തി. തീവ്ര മത്സരമുള്ള തൃത്താലയിൽ കുറഞ്ഞ വോട്ടുകൾക്കാണെങ്കിലും CPM വിജയിക്കും. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലും പട്ടാമ്പി, ചിറ്റൂർ എന്നിവിടങ്ങളിലും LDF വിജയം നേടും. ബാക്കി സീറ്റുകൾ LDF നിലനിർത്തും. ലോക്സഭാ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇതിൽ പലയിടത്തും UDF മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അത് മറികടക്കാനായെന്ന് യോഗം വിലയിരുത്തി. പോളിംഗ് ശതമാനത്തിലെ വർധന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി ആകെ വോട്ടുകൾ കുറഞ്ഞതിലാണെന്നായിരുന്നു യോഗത്തിന്റെ വിലയിരുത്തൽ. അത് മുന്നണിയുടെ വിജയസാധ്യതകളെ ബാധിക്കില്ലെന്നാണ് നിഗമനം. CCN ചെർപ്പുളശ്ശേരി.
പാലക്കാട്ടെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവലോകന യോഗം തുടങ്ങി UDF നേതൃത്വം. പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികൾ ചേർന്നാണ് വോട്ട് കണക്ക് വിലയിരുത്തുന്നത്. ജില്ലയിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് UDF നേതൃത്വം. ചിറ്റൂർ മണ്ഡലത്തിൽ ശനിയാഴ്ച ബ്ലോക്ക് കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് വോട്ട് വിലയിരുത്തൽ തുടങ്ങി. നെന്മാറയിൽ ഇതിനോടകം ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച മണ്ഡലം ഭാരവാഹികൾ ഒന്നിച്ചിരുന്ന് കൂട്ടിക്കിഴിക്കലുകൾ നടത്തി. വോട്ടെടുപ്പ് കഴിഞ്ഞും ഷൊർണൂർ മണ്ഡലത്തിൽ പ്രാഥമിക അവലോകനം നടത്തിയിരുന്നു. 2 ദിവസത്തിനകം വിശാലമായ അവലോകനം ഉണ്ടാകുമെന്ന് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു പറഞ്ഞു. ഒറ്റപ്പാലത്ത് UDFും സഖ്യകക്ഷിയായ DMFും ചേർന്ന് വോട്ട് വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. മലമ്പുഴയിൽ തിങ്കളാഴ്ചയാണ് മണ്ഡലം കമ്മിറ്റികൾ വോട്ട് കണക്ക് പരിശോധിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ അവലോകനം തുടങ്ങിയതായി DCC ജനറൽ സെക്രട്ടറി C ബാലൻ പറഞ്ഞു. കോങ്ങാട് ബൂത്ത് യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനകം മണ്ഡലംതല അവലോകനം ഉണ്ടാകും. മണ്ണാർക്കാട് ഉടൻ UDF നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ചേരും. തരൂരിൽ പ്രാഥമിക വിലയിരുത്തലുകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. തൃത്താലയിൽ UDFന്റെ മണ്ഡലം ഭാരവാഹികൾ ശനിയാഴ്ച അവലോകനം തുടങ്ങി. പട്ടാമ്പിയിൽ ഞായറാഴ്ചയാണ് യോഗങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാക്കളെ അപായപ്പെടുത്താൻ ശ്രമം. നാട്ടുകൽ സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഷമീൽ, സൽമാനുൽ ഫാരിസ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒരു സംഘം ബോധപൂർവം മറ്റൊരു കാർ ഇടിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ റോഡിൽ തലകീഴായി മറിഞ്ഞ് 3 യുവാക്കൾക്കും പരിക്കേറ്റു. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫുട്ബോൾ കളിക്കിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് അക്രമാസക്തമായ സംഭവങ്ങളിലേക്ക് നയിച്ചത്. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയ പ്രതികൾ വടിവാൾ വീശി ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഭയന്ന യുവാക്കൾ കാർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ തങ്ങളുടെ വാഹനം ഉപയോഗിച്ച് കാറിന്റെ പിൻഭാഗത്ത് അതിശക്തമായി ഇടിച്ചത്. നിയന്ത്രണം വിട്ട കാർ റോഡിൽ മറിയുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെയും ഇവർ തമ്മിൽ സംഘർഷങ്ങൾ നിലനിന്നിരുന്നതായും ചിലർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതായും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 9 പേർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCN പെരിന്തൽമണ്ണ. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ പൊതുസ്ഥലത്ത് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ മരുന്ന് മൊത്തവ്യാപാര സ്ഥാപനത്തിനെതിരെ ആരോഗ്യവകുപ്പ് കർശന നടപടി സ്വീകരിച്ചു. മടലപ്പുറം ഭാഗത്തെ പൊതുസ്ഥലത്താണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. പൊതുസ്ഥലത്ത് മരുന്നുകളും മറ്റും തള്ളിയതിനെക്കുറിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് തച്ചനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യ കൂമ്പാരത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സ്ഥാപനത്തിന്റെ പേരുള്ള ബില്ല് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഇതോടെ മാലിന്യം തള്ളിയ സ്ഥാപനത്തെ തിരിച്ചറിയുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന ആംസ്റ്റൽ ഫാർമ എന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയത്. തുടർന്ന് സ്ഥാപന ഉടമയെ സ്ഥലത്ത് വിളിച്ചുവരുത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ കേരള പഞ്ചായത്തി രാജ് നിയമപ്രകാരം 10,000 രൂപ പിഴ ചുമത്തി. കൂടാതെ നിക്ഷേപിച്ച മാലിന്യങ്ങൾ സ്ഥാപന ഉടമയെക്കൊണ്ട് തന്നെ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്യിപ്പിച്ചു. തച്ചനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ C ബാലകൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രിയൻ, ശ്രുതി എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. CCN ചെത്തല്ലൂർ. വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കരിച്ചു. തിരുവില്ലാമല ഇവർമഠം ശ്മശാനത്തിൽ ചിതക്ക് സഹോദരൻ സച്ചു തീകൊളുത്തി. ഉറ്റവരുടെ ആശകളും പ്രതീക്ഷകളും ബാക്കിവെച്ച് പ്രിയപ്പെട്ടവരുടെ കണ്ണീരിനെ സാക്ഷിയാക്കി അവൾ യാത്രയായി. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ സംസ്കാരം നടന്നു. ഐവർമഠം ശ്മശാനത്തിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ കടമ്പഴിപ്പുറം കൊല്ലിയാനി കൂത്തറ വീട്ടിലെത്തിച്ച മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തിയിരുന്നു. 1000 പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിവെച്ചാണ് ആ 15-കാരി യാത്രയായത്. CCN കടമ്പഴിപ്പുറം. കേരളത്തിൽ വേനൽ ചൂട് അതീവ ഗുരുതരമായ നിലയിലേക്ക് ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തി.
കോട്ടയം, കൊല്ലം ജില്ലകളിൽ 37 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ മിക്ക ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം. കടുത്ത ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ എന്നിവർ ജോലി സമയം ഇതനുസരിച്ച് ക്രമീകരിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കണമെന്നും മദ്യം, കാപ്പി, ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾക്കും കാട്ടുതീ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. മാർക്കറ്റുകൾ, മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ എന്നിവയിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും കാട്ടുതീ പടരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തണലിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് CCN. ഒറ്റപ്പാലം ചുരങ്ങാട് വരവോട് ചാത്തൻ കണ്ടാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. മേലേക്കാവിൽ പൂതൻതിറകളിയോടെ ആഘോഷങ്ങൾ തുടങ്ങി. സോപാന സംഗീതം, മീറ്റ്ന രാമകൃഷ്ണന്റെയും സംഘത്തിന്റെയും പാണ്ടുമേളം, പ്രസാദഊട്ട് എന്നിവയും ഉണ്ടായി. വൈകിട്ട് വാദ്യമണ്ഡപത്തിൽ ചുനങ്ങാട് വരയോട് വാടാനാംകുറിശി ദേശങ്ങളുടെ പാന ക്ഷേത്രമുറ്റത്തെത്തി. പാൽക്കിണ്ടി സമർപ്പിക്കൽ, പാണ്ടിമേളം, കോമരങ്ങളുടെ നൃത്തം എന്നിവയും നടത്തി. ഇതിനുശേഷം ചുനങ്ങാട് വരയോട് വാടാനാംകുറിശി ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ കാളകളുടെ അകമ്പടിയോടെ കാവിലെത്തി ആഘോഷം തീർത്തു. നാഗസ്വര കച്ചേരിയും തൃത്തായമ്പകയുമെല്ലാം ഉത്സവപ്രേമികളെ ആവേശത്തിലാക്കി. കേളിപ്പറ്റ്, മേളം, മാടംകൊട്ടിക്കയറൽ എന്നിവയും തുടർന്ന് വെടിക്കെട്ടുമുണ്ടായി. പുലർച്ചെ 1:30 താലപ്പൊലി കണ്ടത്തിൽ താലം പൂജയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും മേലേക്കോവിൽ താലം ചൊരിഞ്ഞ വെളിച്ചപ്പാടിന്റെ നൃത്തവുമുണ്ടായി. വെടിക്കെട്ട്, കൂറേടൽ തുടർന്ന് കാളകളിയും നടന്നതോടെ കൂത്തുതാലപ്പൊലി സമാപിച്ചു. CCN, ചെർപ്പുളശ്ശേരി. ഇണക്കാളകളുടെ പ്രൗഢിയിൽ മുളയൻകാവിലെ ചെറിയ കാളവേല ആഘോഷിച്ചു. 2 കാളവേലയും പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം. മെയ് 11 ക്ഷേത്രത്തിലെ വലിയ കാളവേല. 12 പൂരം നടക്കും. രാവിലെ കാളവേല കൊട്ടിയറിയിക്കൽ ചടങ്ങോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. രാത്രി തട്ടകങ്ങളിൽ നിന്നുള്ള ഇണക്കാളകൾ എത്തി തുടങ്ങി. പത്തുതറകളിൽ നിന്നും 4 ദേശങ്ങളിൽ നിന്നുമുള്ള 50ഓളം ഇണക്കാളകൾ ചെറിയ കാളവേലയ്ക്ക് മാറ്റുകൂട്ടി. വൈകിട്ട് സംഗീതാർച്ചന, ശുഗപുരം ദിലീപ്, ശുഗപുരം രഞ്ജിത്ത് എന്നിവരുടെ ഇരട്ടത്തായമ്പക എന്നിവയുമുണ്ടായി. 11 മണിയോടെ വാദ്യഘോഷത്തിന്റെ അകമ്പടിയിൽ കാളക്കോലങ്ങൾ കാവിലെത്തി. കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം പ്രദക്ഷിണവും കാളയിറക്കവും നടന്നു. ഞായറാഴ്ച ഇടപ്പൂരം ആഘോഷിച്ചു. ഇത്തവണ പുറമത്ര ദേശത്തിനാണ് ചെറിയ കാളവേലയുടെയും ദേശപൂരത്തിന്റെയും നടത്തിപ്പ് ചുമതല. CCN, ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര നടത്തി. വയനാട് മുണ്ടക്കൈ, പുത്തുമല, വെള്ളാർമല, കൽപ്പറ്റ ടൗൺഷിപ്പ്, ബാണാസുര ഡാം എന്നിവിടങ്ങളിലേക്കാണ് സംഘം യാത്ര പോയത്. സായി സ്നേഹതീരത്തിലെ 52 സംഘമാണ് പഠനയാത്രയിലുണ്ടായിരുന്നത്. വൈകുന്നേരം നടന്ന യാത്രാനുഭവത്തിൽ വെള്ളാർമല ഹൈസ്കൂളിലെ മുൻ പ്രധാനാധ്യാപകൻ സാമുവൽ കൽപ്പറ്റ യാത്രാ സംഘത്തോട് ചൂരൽമലയിൽ നടന്ന ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ വിവരിച്ചു. സായി സ്നേഹതീരം കോർഡിനേറ്റർ KR രവി, വയനാട് ഗവൺമെന്റ് വെറ്റിനറി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന, ഗോപാലകൃഷ്ണൻ കോട്ടയ്ക്കൽ, ബിജുമോൻ പന്തിരുകുലം, കൃഷ്ണദാസ്, അബ്ദുൽ ലത്തീഫ്, ബാബു, ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ MA രാജു, MM വിജിത, ലിഗിന എന്നിവർ സംസാരിച്ചു. CCN, പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ 2021 സ്ഥിതി നിലനിർത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. കേരളത്തിൽ LDFന്റെ ഭരണം തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട്ടെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവലോകന യോഗം തുടങ്ങി UDF നേതൃത്വം. ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് UDF. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ വാക്കുതർക്കം, യുവാക്കളെ അപായപ്പെടുത്താൻ ശ്രമം. താഴേക്കോട് ഒരു സംഘം സഞ്ചരിച്ച വാഹനത്തിലേക്ക് കാറിടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. കേരളത്തിൽ വേനൽ ചൂട് അതീവ ഗുരുതരമായ നിലയിലേക്ക് ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40°C പാലക്കാട് രേഖപ്പെടുത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.